SLC കെമിസ്ട്രിയിലെ 6ാമത്തെ ചാപ്റ്ററിലെ ഇരുമ്പിൻ്റെയും സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും നിർമ്മാണത്തിന് ശേഷം അലൂമിനിയത്തിൻ്റെ നിർമ്മാണം. ഓക്കെ, എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയത്തിൻ്റെ നിർമ്മാണം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിലെ ഏറ്റവും ഏകദേശം അവസാനത്തെ ഒരു പോർഷനാണ് അലൂമിനിയത്തിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത്. ഇരുമ്പിൻ്റെയും സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും നിർമ്മാണത്തിനെ പോലെ തന്നെ അത്രയും പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു നിർമ്മാണമാണ് എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം അഥവാ അലൂമിനിയത്തിൻ്റെ നിർമ്മാണം. ഓക്കെ, അലൂമിനിയത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക, അലൂമിനിയത്തിൻ്റെ നിർമ്മാണത്തിനെ പറയുന്ന ഒരു പേരുണ്ട്, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഹാൾ ഹെറാൾട്ട് പ്രോസസ്സ് അഥവാ ഹാൾ ഹെറാൾട്ട് പ്രക്രിയ എന്നാണ് അലൂമിനിയത്തിൻ്റെ നിർമ്മാണത്തിന് പറയുന്നത്. ഒരു മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിച്ചു വെക്കുക. ഓക്കെ, ചാൾസ് മാർട്ടിൻ ഹാൾ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റും അതുപോലെ തന്നെ പോൾ ഹെറാൾട്ട് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റുമാണ് ഇത്തരത്തിൽ അലൂമിനിയത്തിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഇതിനെ ഹാൾ ഹെറാൾട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയത്തിനെ പറയുന്ന മറ്റൊരു പേരാണ് ഹാൾ ഹെറാൾട്ട് പ്രോസസ്സ് അഥവാ മലയാളത്തിലും അങ്ങനെ തന്നെയാണ്, ഹാൾ ഹെറാൾട്ട് പ്രക്രിയ എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നേരെ അലൂമിനിയത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് കടക്കാം. നോക്കുക, അലൂമിനിയത്തിൻ്റെ നിർമ്മാണത്തിന് പ്രധാനമായും 2 ഘട്ടങ്ങളാണുള്ളത്, 2 സ്റ്റേജുകളാണുള്ളത്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അലൂമിനിയത്തിൻ്റെ ഓറ്. നമുക്കെല്ലാവർക്കും അറിയാം, അലൂമിനിയത്തിൻ്റെ അയിര് എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. എന്താണ് അലൂമിനിയത്തിൻ്റെ അയിരിൻ്റെ പേര്? ബോക്സൈറ്റ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ് എന്ന് പറഞ്ഞാൽ ബോക്സൈറ്റിനെ എന്ത് ചെയ്യുക? സാന്ദ്രണം ചെയ്യുക എന്നുള്ളതാണ് അലൂമിനിയത്തിൻ്റെ നിർമ്മാണത്തിലെ ആദ്യത്തെ പ്രോസസ്സ്. അങ്ങനെ ബോക്സൈറ്റിനെ സാന്ദ്രണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും, അതാണ് അലൂമിനിയം ഓക്സൈഡ് അഥവാ അലൂമിന എന്ന് പറയുന്നത്. ആ അലൂമിനയെ നമ്മൾ രണ്ടാമത്തെ പ്രോസസ്സിൽ ചെയ്യേണ്ടത് ഇലക്ട്രോളിസിസ് അഥവാ വൈദ്യുത വിശ്ലേഷണം എന്താണെന്നൊക്കെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനിയും ഡിസ്കസ് ചെയ്യും. നോക്കുക, അപ്പോൾ ഈ 2 സ്റ്റേജസാണ് എന്തിനുള്ളത്? അലൂമിനിയത്തിൻ്റെ നിർമ്മാണത്തിന് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടത്. ഒന്നാമത്തെ സ്റ്റെപ്പിൻ്റെ പേര് പറയും കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റിൻ്റെ സാന്ദ്രണം. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ പേര് പറയും ഇലക്ട്രോളിസിസ് ഓഫ് അലൂമിന അല്ലെങ്കിൽ അലൂമിനിയം ഓക്സൈഡ് അഥവാ അലൂമിനിയം ഓക്സൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണം. ഈ 2 സ്റ്റെപ്പുകളിലൂടെ മാത്രമേ നമുക്ക് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? അലൂമിനിയത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പ്. ശ്രദ്ധിക്കുക, അലൂമിനിയത്തിൽ നിന്ന് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട നമ്മൾ ആദ്യം അറിയുന്ന ഒരു സാധനമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? അലൂമിനിയത്തിൻ്റെ ഓറ് ഏതാണ്? അലൂമിനിയത്തിൻ്റെ ഓറ്? ബോക്സൈറ്റ്. ആ ബോക്സൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? സാന്ദ്രണം അഥവാ കോൺസെൻട്രേഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ പഠിച്ചു വെക്കുക, ബോക്സൈറ്റിനെ കോൺസെൻട്രേഷൻ നടത്തുന്ന സാന്ദ്രണം ചെയ്യുന്ന രീതി ഏത് എന്ന് ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ട്. ലീച്ചിങ് വഴിയാണ് ബോക്സൈറ്റിനെ സാന്ദ്രണം ചെയ്യുക. എന്താണ് ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ്? ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിലുള്ള ഓറിലേക്ക് നമ്മളൊരു സോൾവെൻറ്റ് ഒരു ലായകം ഒഴിക്കും. ആ സോൾവെൻറ്റ് ഒഴിക്കുന്ന സമയത്ത് നമ്മളെ കയ്യിലുള്ള ഓറ് മുഴുവൻ അതിലെന്താകും? ഡിസോൾവ് ആകും. എന്നാൽ ഗ്യാങ് എന്ത് ചെയ്യുന്നില്ല? ഡിസോൾവ് ആകുന്നില്ല. അപ്പോൾ ആ ഡിസോൾവ് ആകാത്ത ഗ്യാങ്ങിനെ നമ്മൾ ഒഴിവാക്കും, ഈ ഓറിനെ നമ്മൾ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കും. ഇതാണ് ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ നിർബന്ധമായിട്ടും ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ അതിലേക്ക് നമ്മളൊരു സൊല്യൂഷൻ, ഒരു ലായകം അതിലേക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒഴിക്കേണ്ടതുണ്ട്. അപ്പോൾ അതാണ് അടുത്തത് പഠിച്ചു വെക്കേണ്ടത്. ലീച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ലായകത്തിൻ്റെ പേര്, സോൾവെൻറ്റിൻ്റെ പേരെന്താണ്? NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്. ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെ കയ്യിൽ ആദ്യമുള്ളത് എന്താണ്? അലൂമിനിയത്തിൻ്റെ ഓറ്, അയിര്. ഏതാണ് അലൂമിനിയത്തിൻ്റെ അയിര്? ബോക്സൈറ്റ്. എന്താണ് കെമിക്കൽ ഫോർമുല? Al2O3 2H2O. ഇതാണ് ബോക്സൈറ്റിൻ്റെ കെമിക്കൽ ഫോർമുല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ബോക്സൈറ്റിനെ എന്ത് ചെയ്യണം? കോൺസെൻട്രേറ്റ് ചെയ്യണം. ബോക്സൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദിക്കും. ഏതാണ്? ലീച്ചിങ്. അതിനുവേണ്ടി നമ്മൾ ലീച്ചിങ് ആവശ്യത്തിന് വേണ്ടി നമ്മൾ അതിലേക്ക് എന്തൊഴിക്കുന്നു? ചൂടുള്ള ഗാഢത കൂടിയ ഹോട്ട് കോൺസെൻട്രേറ്റഡ് NaOH നേരെ ഇതിലേക്ക് ഒഴിക്കുന്നു. ഓക്കെ, ഇനി നമുക്കറിയാം NaOH ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോക്സൈറ്റ് മുഴുവൻ അതിലെന്ത് ചെയ്യും? ലയിച്ചു പോകും, അതിൽ ഡിസോൾവ് ആകും. അപ്പോൾ ഈ ബോക്സൈറ്റിലുള്ള ഗ്യാങ് ഉണ്ടാവുമല്ലോ, ഇമ്പ്യൂരിറ്റി ഒക്കെ ഉണ്ടാവില്ല ഇതിൽ. ആ ഇമ്പ്യൂരിറ്റി ഒന്നും എന്ത് ചെയ്യില്ല? ഡിസോൾവ് ആവില്ല. അപ്പോൾ നമ്മൾ ആ ഗ്യാങ്ങിനെ അരിച്ച് ഫിൽട്ടർ ചെയ്തിട്ട് ആ ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യും. ഇനി നമ്മളെ കയ്യിൽ ഗ്യാങ് ഇല്ല, ഗ്യാങ്ങിനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് എന്ത് ചെയ്തു? ഒഴിവാക്കി.
അപ്പോൾ നമ്മൾ ബോക്സൈറ്റിലേക്ക് നമ്മൾ ചൂടുള്ള കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള NaOH ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ പേരാണ് സോഡിയം അലൂമിനേറ്റ്. എന്താണ് പ്രോഡക്റ്റിൻ്റെ പേര്? സോഡിയം അലൂമിനേറ്റ്. കെമിക്കൽ ഫോർമുല ഒന്ന് എഴുതി നോക്കി. സോഡിയത്തിൻ്റെ Na എഴുതുക, അലൂമിനിയത്തിൻ്റെ Al എഴുതുക, പിന്നെ ഒരു O2 ഉണ്ടാവും കേട്ടോ. NaAlO2. NaAlO2 എന്താണ് സോഡിയം അലൂമിനേറ്റ്? NaAlO2. NaAlO2. റെഡി. അപ്പോൾ പഠിച്ചു വെക്കുക. തുടക്കത്തിൽ നിന്ന് പറഞ്ഞോളി. ഒന്ന് ബോക്സൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഏത് മെത്തേഡ്? ലീച്ചിങ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ ഏതാ? NaOH. അപ്പോൾ ഈ NaOH ബോക്സൈറ്റിലേക്ക് ഒഴിച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? സോഡിയം അലൂമിനേറ്റ്. എന്താണ് കിട്ടുക? സോഡിയം അലൂമിനേറ്റ്. ഓക്കെ, ഇനി അടുത്ത് ചെയ്യേണ്ടത് ഈ സോഡിയം അലൂമിനേറ്റിലേക്ക് നമ്മൾ കുറച്ച് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യാം. വളരെ കുറച്ച്, ലിറ്റിൽ എമൗണ്ട് ഓഫ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, കുറച്ച് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക. ആൻഡ് വാട്ടർ. ഓക്കെ, കുറച്ചധികം വാട്ടർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക. എന്ന് പറഞ്ഞാൽ വാട്ടറിൽ ഡൈല്യൂട്ട് ആക്കുക, നന്നായിട്ട് നേർപ്പിച്ചെടുക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ കയ്യിൽ ഈ സോഡിയം അലൂമിനേറ്റ് ഉണ്ട്. ആ സോഡിയം അലൂമിനേറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് കുറേ വാട്ടർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഡൈല്യൂട്ട് ആക്കി എടുക്കുന്നു. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഡൈല്യൂട്ട് ആക്കി എടുക്കുമ്പോൾ നമ്മളെ കയ്യിലുള്ള ഈ സോഡിയം അലൂമിനേറ്റിൻ്റെ ആ ഒരു സൊല്യൂഷന് നമുക്ക് പ്യുവറായിട്ടുള്ള ഒരുപാട് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കണുണ്ടോ? നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് അലൂമിനിയം ഹൈഡ്രോക്സൈഡാണ്. നമുക്കിവിടെ കിട്ടുന്നതും എന്ത് തന്നെയാണ്? അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. എന്താ മാറ്റം? ഇവിടെ നമ്മൾ ലിറ്റിൽ എമൗണ്ട്, വളരെ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ വാട്ടർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എന്ത് കിട്ടുന്നു? അലൂമിനിയം ഹൈഡ്രോക്സൈഡ് കിട്ടുന്നു. റെഡി. അപ്പോൾ നമ്മളെ കയ്യിൽ എന്തുണ്ട്? അലൂമിനിയം ഹൈഡ്രോക്സൈഡ് കിട്ടി. ഇനി അടുത്ത പ്രോസസ്സ് എന്താ? ഈ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ജസ്റ്റ് ഒന്ന് ഫിൽട്ടർ ചെയ്തെടുത്തിട്ട് അതിനൊന്നാണ് ചൂടാക്കിയാൽ മതി. ഒന്നും ആഡ് ചെയ്യൊന്നും വേണ്ട, ഒന്ന് ഹീറ്റ് ചെയ്യാം. അങ്ങനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ പേരാണ് അൺഹൈഡ്രസ് എന്ന് പറഞ്ഞാൽ ജലാംശമൊന്നും ഇല്ലാത്ത അലൂമിന അഥവാ അലൂമിനിയം ഓക്സൈഡ്. ഇതിന് അലൂമിന എന്ന് മാത്രമല്ല, അലൂമിനിയെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് അലൂമിനിയം ഓക്സൈഡ്. Al2O3 Al2O3 തുടങ്ങിയപ്പോൾ നോക്കി Al2O3 2H2 ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് പ്രൊഡക്റ്റ് നോക്കി Al2O3. ഇപ്പോൾ ഇതൊരു അലൂമിനിയത്തിൻ്റെ ജലാംശമൊന്നും ഇല്ലാത്തൊരു ഓക്സൈഡാണ്. ഈ ഓക്സൈഡിൽ നിന്ന് ഇനി നമ്മൾ അലൂമിനിയത്തിനെ വേർതിരിച്ചെടുക്കണം. നോക്കി, അലൂമിനിയത്തിന് റിയാക്ടിവിറ്റി കൂടുതലാണ്. റിയാക്ടിവിറ്റി കൂടിയ ആൾക്കാരെ വേർതിരിച്ചെടുക്കാൻ നമ്മൾ എന്താണ് റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കാറുള്ളത്? ഇലക്ട്രിസിറ്റി അഥവാ വൈദ്യുതിയാണ് റെഡ്യൂസിങ് ഏജൻ്റായിട്ട് എന്ത് ചെയ്യാറുള്ളത്? ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അലൂമിനിയത്തിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജൻറ്റ് നിരോക്സീകാരി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ ചെയ്താൽ? വൈദ്യുതി. ഇരുമ്പിൻ്റെ നിർമ്മാണത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർബൺ മോണോക്സൈഡ്. സിങ്കിൻ്റെ നിർമ്മാണത്തിൽ കോക്ക്. കോപ്പറിൻ്റെ നിർമ്മാണത്തിൽ റെഡ്യൂസിങ് ഏജൻറ്റ് ഇല്ല, നിരോക്സീകാരി ഇല്ല. എന്നാൽ അലൂമിനിയത്തിൻ്റെ നിർമ്മാണത്തിൽ അതാരാണ്? വൈദ്യുതിയാണ്, ഇലക്ട്രിസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അലൂമിനിയത്തിൻ്റെ നിർമ്മാണത്തിലെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ബോക്സൈറ്റിനെ എന്ത് ചെയ്യുക? കോൺസെൻട്രേഷൻ. ചോദ്യം ശ്രദ്ധിച്ചോളി. ഒന്നാമത്തെ ചോദ്യം, അലൂമിനിയത്തിൻ്റെ ഓർ അയിരേത്? ഏതാണ്? ബോക്സൈറ്റ്. അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ലീച്ചിങ്. ലീച്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സൊല്യൂഷൻ ഏതാണ്? NaOH. അപ്പോൾ ബോക്സൈറ്റിലേക്ക് NaOH ആഡ് ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാണ്? സോഡിയം അലൂമിനേറ്റ്. ആ സോഡിയം അലൂമിനേറ്റിലേക്ക് കുറച്ച് അലൂമിനിയം ഹൈഡ്രോക്സൈഡും വാട്ടറും ആഡ് ചെയ്ത് സ്റ്റിർ ചെയ്താൽ ഇളക്കിയാൽ കിട്ടുന്നത് എന്താണ്? അലൂമിനിയം ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് ആണ്. ദെൻ അതിനെ ഹീറ്റ് ചെയ്താൽ കിട്ടുന്ന ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ പേരെന്താണ്? അലൂമിന. ഇതൊരു ഫ്ലോ ചാർട്ടായിട്ട് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക. ഇവിടെ ബോക്സൈറ്റ് തരും, ഇവിടെ സോഡിയം അലൂമിനേറ്റ് തരും, ഇവിടുത്തെ സൊല്യൂഷൻ ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ NaOH എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ഈ ഒരു സാധനം തന്നിട്ട് ഇവിടെ ഉള്ളത് ചെയ്താൽ പറയും. അപ്പോൾ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് എന്ന് എഴുതാം. ദെൻ ചൂടാക്കി കഴിഞ്ഞാൽ അവസാനം കിട്ടുന്ന പ്രൊഡക്റ്റ് ചോദിക്കും. അപ്പോൾ ഇതൊരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റെഡി. അപ്പോൾ ഇത് റെഡി. ഇപ്പോൾ നമ്മളെ കയ്യിൽ അലൂമിനിയം കിട്ടിയിട്ടില്ല, അലൂമിന ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അലൂമിനിയം ഓക്സൈഡ്, അതിൻ്റെ മറ്റൊരു പേരാണ് അലൂമിന. അലൂമിനിയം മാറിപ്പോയത് Al2O3. ഇനി അതിന് നമുക്ക് എന്ത് മാത്രം കിട്ടണം? Al മാത്രം കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോളിസിസ്. അതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. നോക്കി, അലൂമിന കിട്ടി. ആ അലൂമിന ഇനി എന്ത് ചെയ്യാൻ പോവാണ്? ഇലക്ട്രോളിസിസ്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, അതിന് മുമ്പ് ഇവിടെ ഒരു 3 ഇക്വേഷൻസ് കൂടി നമ്മൾ പഠിച്ചിരിക്കണം. നോക്കി, ജസ്റ്റ് ഒന്ന് പറയുകയാണ്. നോക്കില്ലേ, ആദ്യം നമ്മളെ കയ്യിലുള്ളത് ആരാ? ബോക്സൈറ്റ്. ശ്രദ്ധിക്കണ്ടോ? ഇതാണ് ബോക്സൈറ്റിൻ്റെ കെമിക്കൽ ഫോർമുല, Al2O3 2H2O. ആ ബോക്സൈറ്റിലേക്ക് ഞാൻ എന്താണ് ആഡ് ചെയ്തത്? NaOH ആണ് ആഡ് ചെയ്തത്. അപ്പോൾ പ്ലസ് എന്തിട്ടു? NaOH. അങ്ങനെ ബോക്സൈറ്റിലേക്ക് NaOH ആഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് എന്താ? സോഡിയം അലൂമിനേറ്റ്. അപ്പോൾ ഇവിടെ NaAlO2. അതാണല്ലോ സോഡിയം അലൂമിനേറ്റ്. അതിൻ്റെ കൂടെ എന്തുകൂടി ഉണ്ടാവും? വാട്ടർ
വാട്ടറും കൂടി ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യാൻ ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 2. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ബോക്സൈറ്റ് എടുത്തു. ബോക്സൈറ്റിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യും? NaOH. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? സോഡിയം അലൂമിനേറ്റ്, അതിൻ്റെ കൂടെ വാട്ടർ കിട്ടും. ഇനി അടുത്ത പ്രോസസ്സ് എന്താ നോക്കി? ഈ സോഡിയം അലൂമിനേറ്റിലേക്ക് നോക്കി. അപ്പോൾ ആദ്യം നമ്മൾ സോഡിയം അലൂമിനേറ്റ് എഴുതി. ഇതാണല്ലോ സോഡിയം അലൂമിനേറ്റ്, അത് ഇവിടെ എഴുതി. ഓക്കെ. എന്നിട്ട് അതിലേക്ക് നമ്മൾ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ മെയിനായിട്ടും റിയാക്ഷൻ നടക്കുന്നത് ആരായിട്ടാണ്? വാട്ടറിനായിട്ടാണ്. അപ്പോൾ സോഡിയം അലൂമിനേറ്റ് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവുന്നു? അലൂമിനിയം ഹൈഡ്രോക്സൈഡ് AlOH ത്രൈസ്. അപ്പോൾ നോക്കി, ഈ NaOLO2 വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് AlOH ത്രൈസ്, അതിൻ്റെ കൂടെ എന്തുകൂടി ഉണ്ടാവും? NaOH കൂടി ഉണ്ടാവും. ഈ ഇക്വേഷനും നോട്ട് ചെയ്ത് വെക്കാം. റെഡി. എന്നിട്ട് നമ്മൾ ഈ അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ചൂടാക്കണം. അപ്പോൾ അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ നമ്മളൊന്ന് ജസ്റ്റ് ഹീറ്റ് ചെയ്തു. AlOH ത്രൈസിനെ ഹീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അലൂമിന കിട്ടും. എന്ത് കിട്ടും? Al2O3. അപ്പോൾ നോക്കി, ഇതാ Al2O3 കിട്ടി. അതിൻ്റെ കൂടെ 3 H2O ഉണ്ടാവും. റെഡിയാണോ? ഇക്വേഷൻസ് വെറുതെ കാണാതെ പഠിച്ചു പോയരുത്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് ചെയ്താൽ നമ്മൾ ആദ്യം ബോക്സൈറ്റിനെ എഴുതി, അതിലേക്ക് NaOH ഒഴിച്ചു. അപ്പോൾ നമുക്ക് സോഡിയം അലൂമിനേറ്റ് കിട്ടി. ഓക്കെ. സോഡിയം അലൂമിനേറ്റിലേക്ക് വാട്ടർ ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? അലൂമിനിയം ഹൈഡ്രോക്സൈഡ് കിട്ടി. അതിൻ്റെ ഒപ്പം NaOH കൂടി ഉണ്ടാവും. ദെൻ ഈ അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ ഹീറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അലൂമിന കിട്ടി, പ്ലസ് വാട്ടറും ഉണ്ടാവും. ഇക്വേഷനിൽ എഴുതുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ആളുകളൊക്കെ എഴുതണം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റിൻ്റെ സാന്ദ്രണം. ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള ഈ അലൂമിനയിൽ നിന്ന് ഇനി നമ്മൾ അലൂമിനിയം ഉണ്ടാക്കാൻ പോവാണ്. അതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ശ്രദ്ധിച്ചോളി. ഇലക്ട്രോളിസിസ് ഓഫ് അലൂമിന അഥവാ അലൂമിനിയം ഓക്സൈഡിൻ്റെ അലൂമിനയുടെ വൈദ്യുത വിശ്ലേഷണം. ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കാം. വൈദ്യുത വിശ്ലേഷണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ശ്രദ്ധിച്ചോളിട്ട്. നമ്മൾ ആദ്യം ഒരു ബീക്കർ എടുക്കും. ശ്രദ്ധിക്കുക. ആദ്യം വൈദ്യുത വിശ്ലേഷണത്തിന് വേണ്ടി നമ്മൾ ചെയ്യുക എന്താ? ആദ്യം നമ്മൾ ഒരു ബീക്കർ എടുക്കും. റെഡി. ഒരു ബീക്കർ. ആ ബീക്കറിൽ നമ്മൾ എന്തെടുക്കും? ഇലക്ട്രോലൈറ്റ് എടുക്കും. എന്താ ബീക്കറിൽ എടുക്കുക? ഇലക്ട്രോലൈറ്റ്. എന്നിട്ട് ആ ഇലക്ട്രോലൈറ്റിലേക്ക് നമ്മൾ 2 ഇലക്ട്രോഡുകൾ ഇറക്കി വെക്കും. അതിലൊന്ന് ആനോഡായിരിക്കും, ഒന്ന് കാഥോഡായിരിക്കും. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും ചാർജുള്ള 2 ആളുകളെ ഇറക്കി വെക്കും. അപ്പോൾ അതിലൊന്ന് പോസിറ്റീവ് ഉണ്ട്, ഒന്ന് നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് ഉള്ളത് ആനോഡ്, നെഗറ്റീവ് ഉള്ളത് കാഥോഡ്. ഇലക്ട്രോലൈറ്റിലേക്ക് കറണ്ട് പാസ് ചെയ്താൽ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അത് അയോണുകളായിട്ട് മാറും. പോസിറ്റീവ് ഉള്ള ആളുകളുണ്ടാവും, നെഗറ്റീവ് ഉള്ള ആളുകളുണ്ടാവും. എന്നിട്ട് ഈ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവിലേക്കും പോകും. അപ്പോൾ നോക്കി, ഒന്നാമത്തെ കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം ഈ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ എന്തിനെടുക്കണം? ഇലക്ട്രോലൈറ്റിനെടുക്കണം. ഈ ഇലക്ട്രോലൈറ്റിനെടുക്കണം. ഇവിടെ ആരാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ്? പഠിച്ചു വെക്കണം. നോക്കി, അലൂമിനെ ആണ് നമ്മൾ വൈദ്യുത വിശ്ലേഷണം നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ഇലക്ട്രോലൈറ്റ് ആരായിരിക്കും? അലൂമിന. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ അലൂമിനയുടെ കൂടെ നമ്മൾ മോൾട്ടൻ ക്രയോലൈറ്റ് കൂടി ആഡ് ചെയ്യണം. ആരാണ്? ഉരുകിയ ക്രയോലൈറ്റ് ചേർത്ത അലൂമിന. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഈ ഇതിൽ നമ്മൾ ഇതൊക്കെ എന്താണ്? ക്രയോലൈറ്റ് ചേർത്ത അലൂമിനയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. റെഡിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഇലക്ട്രോലൈറ്റ് എടുത്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഒരു ആനോഡും വേണം, ഒരു കാഥോഡും വേണം. അതിങ്ങനെ അതിലേക്ക് ഇറക്കി വെച്ചിട്ട പോലെ തന്നെ കാണണമെന്നില്ല. ശ്രദ്ധിച്ചോളിട്ടോ. നമ്മളൊരു സ്റ്റീലിൻ്റെ ടാങ്ക് എടുത്തിട്ട് ആ സ്റ്റീലിൻ്റെ ടാങ്കിൽ ഇതാദ്യം നമ്മൾ ഇലക്ട്രോലൈറ്റ് എടുത്തു, മോൾട്ടൺ ക്രയോലൈറ്റും അലൂമിനിയം എടുത്തു. അപ്പോൾ ഒരു മാർക്കിൻ്റെ ചോദ്യമാണ് ഇലക്ട്രോലൈറ്റ് ആരാണെന്ന്. അപ്പോൾ ആരാ ഇതാ? അലൂമിന മാത്രം എഴുതിയാൽ പോരാ, അലൂമിന പ്ലസ് മോൾട്ടൺ ക്രയോലൈറ്റ് 2 ആളും വേണം കേട്ടോ. അതെന്തിനാണെന്നുള്ളത് പറയാം. ശ്രദ്ധിച്ചോളി. എന്തിനായിരിക്കും ഈ മോൾട്ടൺ ക്രയോലൈറ്റ്? നോക്കി, ശരിക്കും അലൂമിന മാത്രം എടുത്താൽ മതി. എന്തിനാണ് ഈ മോൾട്ടൺ ക്രയോലൈറ്റ് അതിലേക്ക് ആഡ് ചെയ്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. നോക്കിയോളി. വൈ ക്രയോലൈറ്റ് ഈസ് ആഡഡ് വിത്ത് അലൂമിന? 1 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. അലൂമിനയിൽ ഉരുകിയ ക്രയോലൈറ്റ് ചേർക്കുന്നത് എന്തിനാ? ഈ അലൂമിനയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അലൂമിന പെട്ടെന്ന് മെൽറ്റ് ആവില്ല, ഉരുകൂല. എന്ന് പറഞ്ഞാൽ അതിന് മെൽറ്റിംഗ് പോയിൻ്റ് എന്താണ്? ദ്രവണാങ്കം എന്താണ്? കൂടുതലാണ്. അപ്പോൾ ഒന്നാമത്തത് റെഡ്യൂസ് ദ മെൽറ്റിംഗ് പോയിൻ്റ്. അലൂമിനയുടെ ദ്രവണാങ്കം എന്ത് ചെയ്യണം? കുറക്കണം. എന്നിട്ട് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. സോ ഇൻക്രീസ് ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. വൈദ്യുത ചാലകത വർദ്ധിപ്പിക്കണം. അതായത് ഒരു ഇലക്ട്രോലൈറ്റായിട്ട് നമ്മൾ എടുക്കുമ്പോൾ അതിൽ കൂടെ നന്നായിട്ട് കറണ്ട് പാസ് ചെയ്ത് പോകണം. ഓക്കെ, അതാണ് വൈദ്യുത ചാലകത, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. അത് വളരെ കുറവാണ് ഈ അലൂമിനക്ക്. അപ്പോൾ അത് കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അതിക്ക് ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നത്. പിന്നെ പെട്ടെന്ന് ഉരുകാത്ത ആളാണ്, ദ്രവണാങ്കം കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ദ്രവണാങ്കം മെൽറ്റിംഗ് പോയിന്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനാ ആഡ് ചെയ്യുന്നത്? ക്രയോലൈറ്റിനെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, 1 മാർക്കിൻ്റെ ചോദ്യമാണ്. പഠിച്ചു വെക്കണം കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്കിൻ്റെ ചോദ്യമാണ്.
അപ്പോൾ ഇലക്ട്രോലൈറ്റായിട്ട് നമ്മൾ അലൂമിന മാത്രം എടുത്താൽ പോരാ, അലൂമിനയുടെ കൂടെ എന്തിനെ ചേർക്കുന്നു? മോൾട്ടൺ ക്രയോലൈറ്റിനെ, ഉരുകിയ ക്രയോലൈറ്റ് ചേർത്ത അലൂമിന എന്നാണ് ആൻസർ ചെയ്തേണ്ടത്. ഇനി നമുക്കൊരു ആനോഡ് വേണം, പിന്നെന്ത് വേണം? ഒരു കാഥോഡ് വേണം. ഇവിടെ നോക്കി, ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ നോക്കി, സൈഡിൽ ഇങ്ങനെ നെഗറ്റീവ് ചാർജുള്ള ഒരു കറുപ്പ് കളറിൽ ഇങ്ങനെ കാണാൻ പറ്റും. നോക്കി, നെഗറ്റീവ് ചാർജുള്ള കാർബൺ ലൈനിങ്. എന്താണ്? കാർബണിൻ്റെ ഒരു ലൈനിങ് ഇങ്ങനെ ഉണ്ടാവും, നെഗറ്റീവ് ചാർജുള്ള. അതാണ് നമ്മുടെ എന്ത് കാഥോഡ്. ഏതാണ് കാഥോഡ്? കാർബൺ ലൈനിങ് ആണ് കാഥോഡ്. നോക്കി, അപ്പോൾ ആ കാഥോഡ് ആരാണ്? കാർബൺ ലൈനിങ്. ഓക്കെ, ഇലക്ട്രോലൈറ്റ് ആരാണെന്ന് പറഞ്ഞു? അലൂമിന മാത്രമല്ല, പ്ലസ് മോൾട്ടൺ ക്രയോലൈറ്റ്, ഉരുകിയ ക്രയോലൈറ്റും ഇലക്ട്രോലൈറ്റ് ആണ്. ആനോഡ് നോക്കി, പോസിറ്റീവ് ചാർജുള്ള കാർബൺ റോഡുകൾ ഇങ്ങനെ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടാവും. 1 2 3 4 5 എണ്ണം ഇതിൽ കാണാം. ഇതൊക്കെ എന്താണ്? ആനോഡുകളാണ്. അപ്പോൾ ആനോഡാരാ? കാർബൺ റോഡ്. നോക്കി, അലൂമിനയെ വൈദ്യുത വിശ്ലേഷണം നടത്തുമ്പോൾ ആനോഡാര്, കാഥോഡാര്, ഇലക്ട്രോലൈറ്റാര്, ഈ 3 ചോദ്യങ്ങൾ. ആനോഡാരാ? കാർബൺ റോഡ്. കാഥോഡാരാ? കാർബൺ ലൈനിങ്. ഇലക്ട്രോലൈറ്റാരാ? അലൂമിന മാത്രമല്ല, അതിലേക്ക് എന്തു ചേർക്കുന്നു? മോൾട്ടൺ ക്രയോലൈറ്റ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കി, എന്തിനാണ് മോൾട്ടൺ ക്രയോലൈറ്റിനെ ചേർത്തത്? മെൽട്ടിംഗ് പോയിന്റ്, ദ്രവണാങ്കം കുറക്കാൻ. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, വൈദ്യുത ചാലകത വർദ്ധിപ്പിക്കാൻ. ഈ 4 കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇനി എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ്? നോക്കി, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിച്ചോളി. ഈ ഇലക്ട്രോലൈറ്റിലേക്ക് വൈദ്യുതി കടത്തിവിട്ടാൽ, ഇലക്ട്രിസിറ്റി കടന്നു വന്നാൽ ഇതെന്തായിട്ട് മാറും? അയോണുകൾ. ഏതൊക്കെ ചാർജുള്ള അയോണ്? പോസിറ്റീവും നെഗറ്റീവും ഉള്ള അയോണുകളായിട്ട് മാറും. അപ്പോൾ അതെങ്ങനെ? നോക്കി, ആരാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ്? നോക്കി, Al2O3 ഇതാണല്ലോ അലൂമിന. ഇതിലേക്ക് കറണ്ട് കടന്നു വിട്ടാൽ എങ്ങനെ സ്പ്ലിറ്റ് ആവും? ഓക്കെ, പഠിച്ചു വെക്കണം കേട്ടോ. എങ്ങനെ സ്പ്ലിറ്റ് ആവും നോക്കിയോളി. ഞാനിതിനെ 2 കഷ്ണമാക്കാൻ കേട്ടോ. ALഉം പിന്നെ Oയും ഇങ്ങനെ 2 ആളായി മാറി. ഓക്കെ, എന്നിട്ട് നമ്മൾ ALന് സ്വാഭാവികമായിട്ട് ALാണല്ലോ ആദ്യം ഉള്ളത്. ALന് പോസിറ്റീവ് ചാർജും ഓക്സിജന് നെഗറ്റീവ് ചാർജും ആയിരിക്കും. അതിലും കൺഫ്യൂഷൻ ഇല്ല. ഓക്കെ, ഇനി എത്ര പോസിറ്റീവ്, അതങ്ങനെ ഇടുന്നോടത്ത് കൺഫ്യൂഷൻ വരണ്ട. നോക്കിയാൽ ഈ 3 ഓക്സിജൻ്റെ താഴെയുള്ള 3 അലൂമിനിയത്തിന്, അപ്പോൾ 3+. ഈ അലൂമിനിയത്തിൻ്റെ താഴെയുള്ള 2 ഇതിനും കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? O2- എന്ന് കിട്ടും. റെഡി. അപ്പോൾ എന്തൊക്കെ അയോണുകളായിട്ടാണ് അലൂമിന മാറുക? നോക്കി, ഏതൊക്കെയായിട്ട് മാറുക? Al3+ ആയിട്ട് മാറും, O2- ആയിട്ട് മാറും. എന്തൊക്കെയായിട്ട് മാറും? Al3+ഉം O2-ഉം. റെഡി. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, പോസിറ്റീവ് ചാർജുള്ള ആളും നെഗറ്റീവ് ചാർജുള്ള ആളുമായിട്ട് മാറും. അപ്പോൾ Al3+ ആയി, O2- ആയി. ഓക്കെ, ഇക്വേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനെ ബാലൻസ് ചെയ്യണം. ഇവിടെ 2 അലൂമിനിയം ഉണ്ടല്ലോ, 2 അലൂമിനിയം ഉണ്ടാകുമ്പോൾ ഇവിടെ 2 Al3+, 3 ഓക്സിജൻ ഉണ്ടല്ലോ, അപ്പോൾ 3 O2-. അതുണ്ടാവും, അതും ശ്രദ്ധിക്കണം കേട്ടോ. റെഡി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കി വെക്കാം. അപ്പോൾ എന്താ സംഭവിച്ചത് നോക്കില്ലേ? അപ്പോൾ ഈ നമ്മളെ ഈ ഇലക്ട്രോലൈറ്റിലേക്ക് നമ്മൾ കറണ്ടാണ് പാസ് ചെയ്യുമ്പോൾ, ഇതാണല്ലോ ഇലക്ട്രോലൈറ്റ് Al2O3. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ Al3+ ഉണ്ടാവും. എന്തുണ്ടാവും? Al3+. ഓക്കെ, എന്താ ഉണ്ടാവുക? Al3+ ഉണ്ടാവും. റെഡി. നോക്കട്ടോ, Al3+ ഇതിനുള്ളിൽ ഉണ്ടാവും. എന്താ ഉണ്ടാവുക? Al3+. Al3+ മാത്രമാണ് ഉണ്ടാവുക? അല്ല, O2- ഉണ്ടാവും. ഇനി എന്താ നമ്മൾ പറഞ്ഞത്? ഈ പോസിറ്റീവ് ചാർജുള്ള ആൾ നോക്കി, പോസിറ്റീവ് ചാർജുള്ള ആൾ എങ്ങോട്ട് പോകും? നെഗറ്റീവ്ക്ക് പോവും. ഇതിലാർക്കാ പോസിറ്റീവ് ചാർജ്? Al3+ന്. അത് നെഗറ്റീവ്ക്ക് പോവും. ആരാ ഈ നെഗറ്റീവ്? ഈ കാർബണിൻ്റെ ലൈനിങ് ഇങ്ങോട്ട് വരും. നെഗറ്റീവ് കാഥോഡല്ലേ? കാഥോഡിൽ എന്ത് നടക്കും? റിഡക്ഷൻ നടക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് കാഥോഡിൽ എങ്ങനെ റിഡക്ഷൻ നടക്കുക? പറയും Al3+. Al3+ നോക്കാം. 3 ഇലക്ട്രോണിനല്ലേ വാങ്ങുക, കാരണം 3+ ആണുള്ളത്. അത് 3 ഇലക്ട്രോണിനെ വാങ്ങും. എന്നിട്ട് അതെന്തായി മാറും? Al മാറും. എന്തായി മാറും? അലൂമിനിയായി മാറും. നമ്മൾ എന്തിനുണ്ടാക്കണത്? അലൂമിനിയത്തിനെ. അപ്പോൾ നമുക്ക് Al3+ ഇങ്ങോട്ട് പോയി, എന്നിട്ട് ഇവിടെ എന്ത് കിട്ടി? അലൂമിനിയം കിട്ടി. എവിടെ അലൂമിനിയം കിട്ടിയത്? കാഥോഡിലാണ് അലൂമിനിയം കിട്ടിയത്. എവിടെ അലൂമിനിയം കിട്ടിയത്? കാഥോഡിലാണ് അലൂമിനിയം കിട്ടിയത്. റെഡി. അപ്പോൾ പ്രോസസ്സ് കഴിഞ്ഞു, അലൂമിനിയം കിട്ടി. പക്ഷേ വളരെ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൽ അറിഞ്ഞിരിക്കണം. ഈ O2- അപ്പോൾ എങ്ങോട്ടാണ് പോവുക? O2- ഇത് പോസിറ്റീവിലേക്ക് പോകും, കാരണം ഇതിൻ്റെ ചാർജ് നെഗറ്റീവാണ്. അപ്പോൾ O2- പോസിറ്റീവിലേക്ക് പോയാൽ അതിനെന്താ നടക്കുക? പോസിറ്റീവ് ആനോടാണ്, അവിടെ ഓക്സിഡേഷൻ നടക്കും. അപ്പോൾ അതെങ്ങനെ ഇക്വേഷൻ ചെയ്ത് നോക്കിയാൽ O2-. റെഡി കേട്ടോ. O2- പോവാണ്. എന്താണ് O2- എന്ത് ചെയ്യാണ്? O2- ആനോഡിലേക്ക് പോവാണ്. അപ്പോൾ O2- പോയി.
എന്നിട്ട് എന്താവും? O ആകും. O2- പോയാൽ ഓക്സിജൻ ആവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓക്സിജൻ നമുക്കറിയാം ഒറ്റയ്ക്ക് എക്സിസ്റ്റൻസ് ഇല്ലാത്ത ആളായതുകൊണ്ട് ഞാനിവിടെ O2 എന്ന് എഴുതുകയാണെങ്കിൽ ഇവിടെ 2 O വേണം. അത്രയേ ഉള്ളൂ. അപ്പോൾ 2O2- നേരെ O2 ആയിട്ട് മാറും. പ്ലസ് എത്ര ഇലക്ട്രോൺ വേണ്ടി വരും? ഇങ്ങോട്ട് നോക്കി, ഒരു O2- ഒന്നാണെങ്കിൽ 2 ഇലക്ട്രോൺ വേണം, കാരണം 2-. അപ്പോൾ 2 ആണെങ്കിൽ എത്ര ഇലക്ട്രോൺ വേണം? 4 ഇലക്ട്രോൺ. ഒരു ഓക്ക് 2 ഇലക്ട്രോൺ വേണം. ഇവിടെ 2 അല്ലേ, അപ്പോൾ 4 ഇലക്ട്രോൺ. അപ്പോൾ ഇതാണ് എവിടെ നടക്കുന്ന റിയാക്ഷൻ? ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. എവിടെ നടക്കുന്ന റിയാക്ഷൻ? ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. അപ്പോൾ അലൂമിനിയം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അലൂമിനിയ വൈദ്യുത വിശ്ലേഷണം നടത്തുമ്പോൾ ഈ അലൂമിന നോക്കിക്കോളി, Al3+ ആയിട്ടും മാറും, O2- ആയിട്ടും മാറും. ഈ Al3+ ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇത് നേരെ കാഥോഡിക്കാണ് പോകും. എന്നിട്ട് ആ കാഥോഡിൽ നമുക്ക് എന്ത് കിട്ടും? അലൂമിനിയം കിട്ടും. നമുക്ക് അലൂമിനിയം കിട്ടി. പക്ഷെ ആനോഡിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം. ആനോഡിക്ക് O2- പോയിട്ട് ആനോഡിൽ എന്തുണ്ടാവുന്നുണ്ട്? ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട്. റെഡിയാണല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് അലൂമിനിയത്തിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത്. 3 ഇക്വേഷൻ പഠിച്ചു വെക്കണം കേട്ടോ. അലൂമിന അയോണുകളായി മാറുന്ന ഇക്വേഷൻ, പിന്നെ കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം, ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം. റെഡിയാണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഈ അലൂമിന അയോണുകളായുന്ന ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കാഥോഡിൽ Al3+ 3 ഇലക്ട്രോണിനെ വാങ്ങി Al ആകുന്ന ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആനോഡിൽ O2- 4 ഇലക്ട്രോണിനെ വാങ്ങി ഓക്സിജൻ ആവുന്ന 4 ഇലക്ട്രോണിനെ കൊടുത്തിട്ട് ഓക്സിജനായി മാറുന്ന ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ശ്രദ്ധിച്ചോളി. അപ്പോൾ ഇവിടെ ആനോഡിലുണ്ടായ പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താ ചെയ്താൽ? ആനോഡിൽ ഓക്സിജൻ ഉണ്ടായി. കാഥോഡിലുണ്ടായ പ്രൊഡക്റ്റ് എന്താ? അലൂമിനിയം. ഇതാണ് നമ്മളെ മെയിൻ പ്രൊഡക്റ്റ്. നമ്മൾ തുടങ്ങിയത് എന്താ? അലൂമിനിയത്തിൻ്റെ നിർമ്മാണം എങ്ങനെയെന്നുള്ളതാണ് തുടങ്ങിയിട്ടുള്ളത്. റെഡിയാണല്ലോ. ഇനി ഒരൊറ്റ ചോദ്യം കൂടി ഇതിൽ പഠിക്കാനുണ്ട്, നോക്കിയോളി. പോസിറ്റീവ്ലി ചാർജ്ഡ്, ശ്രദ്ധിച്ചോളിട്ടാ, പോസിറ്റീവ് ചാർജുള്ള കാർബൺ ദണ്ടുകൾ. ഓക്കെ, കാർബൺ ദണ്ടുകൾക്കാണ് പോസിറ്റീവ് ചാർജ് ഉള്ളത്. ഈ കാർബൺ ദണ്ടുകൾ നമ്മൾ റീപ്ലേസ്ഡ് പീരിയോഡിക്കലി എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞാൽ ചിത്രം നോക്കിയിട്ടാ. ഇതാണ് പോസിറ്റീവ് ചാർജുള്ള കാർബൺ റോഡ് അഥവാ കാർബൺ ദണ്ടുകൾ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് ഇങ്ങനെ നടക്കുന്നിടയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ കാർബൺ ദണ്ടുകൾ ഇങ്ങനെ എന്ത് ചെയ്യേണ്ടി വരും? മാറ്റേണ്ടി വരും. എന്താണ് കാരണം? ഇതാണ് ചോദ്യം. 1 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഈ കാർബൺ ദണ്ടിൽ ഉണ്ടാകുന്നത് എന്താ? ഓക്സിജൻ. അവിടെ നോക്കിയിട്ട് O2- അങ്ങോട്ട് പോയിട്ട് അവിടെ എന്താണത്? ഓക്സിജൻ. അത് കാർബൺ ദണ്ടിലല്ലേ ഉണ്ടാവണത്? കാർബൺ ദണ്ടിലല്ലേ ഓക്സിജൻ ഉണ്ടാവണത്? ഇത് കാർബൺ ആണ്, അവിടെയാണല്ലോ ഓക്സിജൻ ഉണ്ടാവണത്. ഓക്കെ, അപ്പോൾ ആ കാർബണും ഓക്സിജനും കൂടി ചേർന്നാൽ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ്. അങ്ങനെ കാർബണിൻ്റെ ഒരുപാട് ഓക്സൈഡുകൾ ഉണ്ടാവും. കാർബണിൻ്റെ എന്തുണ്ടാവും? ഓക്സൈഡുകൾ ഉണ്ടാവും. അപ്പോൾ ആ കാർബണിൻ്റെ ഓക്സൈഡ് ഉണ്ടാകുമ്പോൾ പതുക്കെ ഇതിൻ്റെ സൈസ് ഇങ്ങനെ കുറയും. ഈ കാർബൺ ദണ്ടിൻ്റെ വലിപ്പം ഇങ്ങനെ കുറയും. എന്ന് പറഞ്ഞാൽ കാർബൺ ദണ്ടുകൾ പതുക്കെ ഇങ്ങനെ നശിച്ചു തുടങ്ങും, ഡാമേജ് ആവും. അപ്പോൾ പതുക്കെ അതിങ്ങനെ അതിൻ്റെ സൈസ് ഇങ്ങനെ കുറയുമ്പോൾ പിന്നെ അത് വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെ മാറ്റിയിട്ട് പുതിയൊരു കാർബൺ ദണ്ട് എന്ത് ചെയ്യേണ്ടി വരും? വെക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് ആൻസർ ചെയ്താൽ പറഞ്ഞോളി. എന്താ നോക്കി, ആനോഡിൽ സ്വതന്ത്രമാകുന്ന ഓക്സിജൻ. ആനോഡിലേക്ക് ആനോഡിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നം ഏതാ? ഓക്സിജൻ. അത് കാർബൺ ദണ്ടാണല്ലോ. അപ്പോൾ അത് കാർബൺ ദണ്ടിനെ എന്ത് ചെയ്യുന്നു? ഓക്സീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡുകളായി മാറുന്നു, അഥവാ കാർബണിൻ്റെ ഓക്സൈഡായി മാറുന്നു. തൽഫലമായി ആനോഡിൻ്റെ വലുപ്പം എന്ത് ചെയ്യുന്നു? കുറയുന്നു. അങ്ങനെ ആനോഡിൻ്റെ വലുപ്പം എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ ആനോഡിൻ്റെ വലുപ്പം കുറഞ്ഞാൽ പിന്നെ ആനോഡായിട്ട് അതിന് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത് മാറ്റി അടുത്ത പുതിയൊരു ആനോഡിനെ വെക്കും. വീണ്ടും ഇതിനെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യേണ്ടി വരും? മാറ്റി വെക്കേണ്ടി വരും. ഇതാണ് അലൂമിനിയത്തിൻ്റെ നിർമ്മാണത്തിലെ മറ്റൊരു ചോദ്യം. റെഡിയാണല്ലോ. ഇനി നമ്മളെല്ലാ നിർമ്മാണത്തിലും പറഞ്ഞ പോലെ തന്നെ അലൂമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട 2 അലോയ് എന്ന് പറഞ്ഞാൽ എന്താ? ലോഹസങ്കരങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഒന്ന് പേര് പഠിച്ചു വെക്കുക, ഡ്യൂറാലൂമിൻ. ഏതാണ്? ഡ്യൂറാലൂമിൻ അലൂമിനിയത്തിൻ്റെ ഒരു ലോഹസങ്കരമാണ്. പിന്നെ ഏതാണ്? അൽനിക്കോ. ഇപ്പോൾ കേട്ട് പരിചയമുള്ള ഒരാളാണ് അൽനിക്കോയിൽ ഏതൊക്കെ ലോഹങ്ങളാണെന്ന് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അലൂമിനിയം, Ni എന്ന് പറഞ്ഞാൽ നിക്കൽ, CO എന്ന് പറഞ്ഞാൽ കൊബാൾട്ട്. അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, പിന്നെ ഇരുമ്പ് കൂടി ഉണ്ടാവും. ഏതുണ്ടാവും? ഇരുമ്പും. എന്തിനാണ് അൽനിക്കോ ഉപയോഗിക്കുക? എന്തിനാണ് ഉപയോഗിക്കുക? അൽനിക്കോ പെർമനൻറ്റ് മാഗ്നറ്റുകൾ, ഓക്കെ, സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അലോയിയാണ് ആരെന്ന് പറയുന്നത്? അൽനിക്കോ. ഓക്കെ, അൽനിക്കോ എന്തിനുപയോഗിക്കുന്നു? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അലൂമിനിയത്തിൻ്റെ നിർമ്മാണത്തിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. ഓക്കെ, ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ചോദ്യങ്ങൾ മാത്രം എങ്ങനെ ഉണ്ടാവുമെന്ന് മാത്രം ഒന്ന് പറഞ്ഞു പോകാൻ ശ്രദ്ധിച്ചോളി.
അലൂമിനിയത്തിൻ്റെ നിർമ്മാണത്തിന് പറയുന്ന പേര് ഒരു മാർക്കിൻ്റെ ചോദ്യമാണ്. ഹാൾ ഹെറാൾട്ട് പ്രക്രിയ. അലൂമിനിയത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ 2 സ്റ്റെപ്പുകൾ, ഒന്ന് ബോക്സൈറ്റിൻ്റെ സാന്ദ്രണം, രണ്ടാമത്തത് അലൂമിനയുടെ വൈദ്യുത വിശ്ലേഷണം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം അലൂമിനിയത്തിൻ്റെ എന്താണ് അയിര് ഏതാണ്? ബോക്സൈറ്റ്. അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ലീച്ചിങ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സൊല്യൂഷൻ ഏതാണ്? NaOH. പിന്നെ ഈ പ്രോസസ്സ് ഇതാ ഇങ്ങനെ ഈ ഒരു ഫ്ലോ ചാർട്ട് പോലെ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. റെഡിയാണല്ലോ? ഓക്കെ, പിന്നെ ഈ ഇക്വേഷനും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം പോകാൻ. അങ്ങനെ കിട്ടുന്ന അലൂമിനിയെ പിന്നെ അലൂമിനിയത്തിൽ നിന്ന് വൈദ്യുത വിശ്ലേഷണം നടത്താൻ വേണ്ടിയിട്ട് വൈദ്യുത വിശ്ലേഷണം നടത്തിയിട്ടാണ് നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക? അലൂമിനിയത്തിനെ വേർതിരിച്ചെടുക്കുക. അപ്പോൾ ചോദ്യം ഉണ്ട് കേട്ടോ, നിരോക്സീകാരി ഇവിടെ ഉപയോഗിച്ചത് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം ഏതാണ്? വൈദ്യുതി അഥവാ ഇലക്ട്രിസിറ്റിയാണ് നമ്മുടെ നിരോക്സീകാരി റെഡ്യൂസിങ് ഏജൻറ്റ്. റെഡിയാണല്ലോ? ഓക്കെ, ഇവിടെ നിങ്ങളോട് ചോദിക്കുന്ന ഈ ഒരു ഫിഗറുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്ന്, ഇവിടെ വൈദ്യുത വിശ്ലേഷണം നടത്താൻ നിങ്ങൾ ഈ ആനോഡ് ആരാ? ആനോഡ് കാർബൺ റോഡ്. കാഥോഡ് ആരാ? കാർബൺ ലൈനിങ്. ഇലക്ട്രോലൈറ്റ് ആരാ? ഇലക്ട്രോലൈറ്റ് അലൂമിന മാത്രമല്ല പ്ലസ് മോൾട്ടൻ ക്രയോലൈറ്റ്. അതിലാരുണ്ട്? മോൾട്ടൻ ക്രയോലൈറ്റ്. അപ്പോൾ തന്നെ ഒരു ചോദ്യം, എന്തിനാണ് മോൾട്ടൻ ക്രയോലൈറ്റ്? അലൂമിനയുടെ മെൽട്ടിംഗ് പോയിന്റ് ദ്രവണാങ്കം കുറക്കാൻ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വൈദ്യുത ചാലകത കൂട്ടാൻ. ഓക്കെ, ഇനി കറണ്ട് കടത്തിവിട്ടാൽ അലൂമിന ഏതൊക്കെ അയോണുകളായിട്ട് മാറും? Al3+, O2-. Al3+ ഉണ്ടാവും, O2- ഉണ്ടാവും. ഓക്കെ, Al3+ന് ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇത് എടുക്കുക വരിക കാഥോഡിക്ക്. അപ്പോൾ കാഥോഡിൽ എന്ത് നടക്കും? റിഡക്ഷൻ നടന്ന് അലൂമിനിയം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അലൂമിനിയം ഉണ്ടാകുന്നത് എവിടെയെന്ന് കൃത്യമായി പഠിച്ചു വെക്കണം. ആനോഡിലാണോ കാഥോഡിലാണോ അലൂമിനിയം ഉണ്ടാവും? അവിടെ ഇങ്ങനെ അലൂമിനിയം ഉണ്ടാവും, ഉരുകിയ അലൂമിനിയം ഉണ്ടാവും. അത് നമ്മൾ ഈ പ്ലഗ് വഴി ഇങ്ങനെ അത് വേർതിരിച്ചെടുക്കും. O2- നേരെ ആനോഡിക്ക് പോകും. ആനോഡിക്ക് പോയിട്ട് ഇവിടെ ആനോഡിൽ എന്തുണ്ടാവും? O2 ഉണ്ടാവും. ഈ ആനോഡ് എന്ന് പറഞ്ഞാൽ ആരാ? കാർബണാ. ഈ കാർബണും O2 ഉണ്ടായാൽ ഈ കാർബണും ഓക്സിജനും തമ്മിൽ പ്രവർത്തിച്ചിട്ട് കാർബണിൻ്റെ എന്തുണ്ടാവും? ഓക്സൈഡുകൾ ഉണ്ടാവും. അപ്പോൾ പതുക്കെ ഈ കാർബൺ ദണ്ടിൻ്റെ വലിപ്പം എന്തെയും കുറയും. വലിപ്പം സൈസ് ഇങ്ങനെ കുറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കാർബണിന് എന്ത് ചെയ്യേണ്ടി വരും? മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ ചോദ്യതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് ഈ കാർബൺ ദണ്ടുകളെ മാറ്റി വെക്കുന്നതെന്ന് ചോദിച്ചാൽ, കാർബൺ ദണ്ടായ ആനോഡിൽ ഏത് വാതകം ഉണ്ടാവുന്നുണ്ട്? ഓക്സിജൻ ഉണ്ടാവുന്നുണ്ട്. ആ ഓക്സിജൻ കാർബണിനെ ഓക്സീകരിച്ചിട്ട് ഓക്സൈഡുകളാക്കി മാറ്റും. അപ്പോൾ അതിൻ്റെ വലിപ്പം കുറയും. അതിൻ്റെ വലിപ്പം കുറയുമ്പോൾ അതിനെ എന്ത് ചെയ്യേണ്ടി വരും? മാറ്റി വെക്കേണ്ടി വരും. സോ പിന്നെ പഠിച്ചു വെക്കേണ്ടത് അലൂമിനിയത്തിൻ്റെ 2 അലോയികളാണ്, ലോഹസങ്കരങ്ങൾ. ഡ്യൂറാലൂമിനും അതുപോലെ തന്നെ അൽനിക്കോയും. അൽനിക്കോയിലുള്ള ലോഹങ്ങൾ 4 അത് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ അൽനിക്കോയുടെ ഉപയോഗം സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അലൂമിനിയത്തിൻ്റെ നിർമ്മാണത്തിൽ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ലോഹങ്ങളുടെ നിർമ്മാണം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 1 ഇരുമ്പ്, 2 സിങ്ക്, 3 കോപ്പർ, 4 അലൂമിനിയം. ഓക്കെ, നിങ്ങൾ ഈ ക്ലാസ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ യൂണിറ്റൈ ലേണിംഗ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ.